SS വേൾഡ് അക്കാദമിയുടെ HSA സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HSA സോഷ്യൽ സയൻസിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ എക്സാമിന് തയ്യാറെടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പർ എടുത്തിട്ട് ആ പേപ്പറിൽ 1 മുതൽ 100 വരെ നമ്പർ എഴുതി വെക്കാം. അല്ലെങ്കിൽ ഗ്രൂപ്പിലൊരു ബബിൾ ഷീറ്റ് പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബബിൾ ഷീറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു കോപ്പി നിങ്ങൾക്ക് എടുത്ത് അതിലും മാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ആദ്യം ക്വസ്റ്റ്യൻ പറയും, എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ് അടിച്ചിട്ട് അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണ്ടെത്താം. പിന്നെ ഞാൻ അതിൻ്റെ ആൻസർ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ HSA സോഷ്യൽ സയൻസിൻ്റെ സിലബസ് അനുസരിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 81 29 529 102. അപ്പോൾ നമുക്ക് മോഡൽ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ പ്രാവശ്യം നടന്ന 2022 നടന്ന ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസിൻ്റെ മലയാളം മീഡിയം ബൈ ട്രാൻസ്ഫറിൻ്റെ ആ പോസ്റ്റിലേക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡും കാറ്റഗറി കോഡൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ HSA സോഷ്യൽ സയൻസിൻ്റെ അതേ മേഖലകളിൽ നിന്ന് തന്നെയാണ് ചോദ്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് യോഗക്ഷേമ സഭ? അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് പോസ് ചെയ്യാം, എന്നിട്ട് നിങ്ങളിതിൻ്റെ ആൻസർ മാർക്ക് ചെയ്യാം. ഓക്കെ, A ആണോ B ആണോ C ആണോ D ആണോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ മാർക്ക് ചെയ്തിട്ട് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ശരിയാണെങ്കിൽ അത് ടിക്ക് മാർക്ക് കൊടുക്കുക, തെറ്റാണെങ്കിൽ അവിടെ തെറ്റ് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ C ആണ്, ദേശമംഗലത്ത് ശങ്കരൻ നമ്പൂതിരിപ്പാട്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ റൂളർ ഓഫ് ട്രാവൻകൂർ അറ്റ് ദ ടൈം ഓഫ് ചാന്നാർ അജിറ്റേഷൻ? പോസ് ചെയ്തോളാം, ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ B ആണ്, ഉത്രം തിരുനാളാണ്. ഓപ്ഷൻ B, ഉത്രം തിരുനാൾ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ സിസ്റ്റം കോൾഡ് എ സ്കൂൾ അലോങ് വിത്ത് എവരി ചർച്ച് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ? മൂന്നാമത്തെ ചോദ്യം ഒരു സിമ്പിൾ ചോദ്യമാണ്, എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ D ആണ്, കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ഇനി നാലാമത്തെ ചോദ്യം, ദ വാക്ക് ഓഫ് G ശങ്കരക്കുറുപ്പ് won the Kerala Sahitya Akademi Award 1961 and കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 1963. അപ്പോൾ പോസ് ചെയ്തോളാം നാലാമത്തെ ചോദ്യം. ഓക്കെ, അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ D ഏതാണ്? വിശ്വദർശനമാണ് നാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ. അഞ്ചാമത്തെ ചോദ്യം, ഹൂ ഈസ് ദ ഫസ്റ്റ് വുമൻ ലോയർ ഇൻ കേരള? ഹൂ ഈസ് ദ ഫസ്റ്റ് വുമൻ ലോയർ ഇൻ കേരള? ഇതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ നമ്മൾ വളരെ വിശദമായിട്ട് നമ്മുടെ കോഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. റിനൈൻസസ് ലീഡേഴ്സ്, കേരള റിനൈൻസസ് ലീഡേഴ്സ്, കേരളത്തിൽ നടന്നുള്ള സമരങ്ങളെക്കുറിച്ചും നവോത്ഥാന നായകന്മാരും നവോത്ഥാന നായികമാരെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ടുള്ള ക്ലാസ്സുകളും സ്റ്റഡി നോട്ടുകളൊക്കെ നമ്മുടെ കോഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോഴ്സിനെ കുറിച്ച് അറിയാൻ നമ്പറിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ A, അന്ന ചാണ്ടിയാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6, ഫ്രം വിച്ച് കൺട്രി ഡിഡ് ഇന്ത്യ ബോറോ ദ ഐഡിയ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്? അതാണ് ഇതിൻ്റെ ആൻസർ. ഫണ്ടമെന്റൽ റൈറ്റ് എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് കടമെടുത്തത്? അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ D ആണ്, USA, അമേരിക്ക. ക്വസ്റ്റ്യൻ നമ്പർ 7, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിക്കോളാം. നിങ്ങൾക്ക് പോസ് അടിച്ചിട്ട് വായിച്ചു നോക്കിയിട്ട് ഉത്തരം ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട് ഈസ് കവേർഡ് അണ്ടർ ദ എലമെന്റ് ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ? അപ്പോൾ ഏഴാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ D ആണ്, ഓൾ ദ എബോവ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8, വാട്ട് ക്യാൻ ബി ദ മാക്സിമം സ്ട്രെങ്ത് ഓഫ് മെമ്പേഴ്സ് ഇൻ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ? എട്ടാമത്തതിൻ്റെ ആൻസർ പോസ് ചെയ്യുക. 8ൻ്റെ ആൻസർ ഓപ്ഷൻ C ആണ്, 500. വാട്ട് ക്യാൻ ബി ദ മാക്സിമം സ്ട്രെങ്ത് ഓഫ് മെമ്പർ ഇൻ ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ? ഒൻപതാമത്തെ ചോദ്യം, ഹൗ മെനി ടൈംസ് ഹാവ് ദ ഫൈനാൻഷ്യൽ എമർജൻസി ഇമ്പോസ്ഡ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ എത്ര പ്രാവശ്യം ഫൈനാൻഷ്യൽ എമർജൻസി ഇമ്പോസ് ചെയ്തിട്ടുണ്ട്, സാമ്പത്തിക അടിയന്തരാവസ്ഥ? ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ D ആണ്, ഓപ്ഷൻ D, നെവർ. 11ാമത്തെ ചോദ്യം, ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർ ഗിവൺ വിച്ച് ആർട്ടിക്കിൾ? ഏതാണ്? 10ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ പോസ് ചെയ്യുക, ഉത്തരം കണ്ടെത്താൻ നോക്കുക. അതിൻ്റെ ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 10A, ആർട്ടിക്കിൾ 51A ആണ് ഇതിൻ്റെ ആൻസർ, ആർട്ടിക്കിൾ 51A. 11ാമത്തെ ചോദ്യം, വിച്ച് പാർട്ട് ഓഫ് ദ ബ്ലഡ് ക്യാൻ ബി ട്രാൻസ്ഫ്യൂസ്ഡ്? വിച്ച് പാർട്ട് ഓഫ് ദ ബ്ലഡ് ക്യാൻ ബി ട്രാൻസ്ഫ്യൂസ്ഡ്?
11 GK എന്നുള്ള ചോദ്യമാണ്. ഇത് നാച്ചുറൽ സയൻസിലുള്ള ചോദ്യമല്ല, സോഷ്യൽ സയൻസ് ആണ് കേട്ടോ. വിച്ച് പാർട്ട് ഓഫ് ബ്ലഡ് ക്യാൻ ബി ട്രാൻസ്ഫ്യൂസ്ഡ്? GK യുടെ ഭാഗമായതുകൊണ്ടാണ് ഈ ചോദ്യം. അപ്പോൾ നോക്കിക്കൂടെ 11ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ദ എബോ. അതാണ് അതിന്റെ ആൻസർ. GK എന്നൊക്കെ 1-2 ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ GK യുടെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. ഈ ചോദ്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം സബ്ജക്റ്റിൽ തന്നെ ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, GK ഒക്കെ ലെക്കാണ്. അപ്പോൾ നമുക്ക് 12ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷൻ? ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉത്തരമാണ്. പോസ്റ്റ് അടിച്ചിട്ടത് മാർക്ക് ചെയ്യുക. 12ാമത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്, MS സ്വാമിനാഥൻ. ഇനി 13ാമത്തെ ചോദ്യം, ഹൗ മെനി റിങ്സ് ഡു ദ ഒളിമ്പിക്സ് ഫ്ലാഗ് കണ്ടെയ്ൻ? അപ്പൊ നിങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെ നോക്കുക കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒളിമ്പിക്സ് എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഒളിമ്പിക്സിന്റെ മോട്ടോ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്രാവശ്യം ഹൗ മെനി റിങ്സ് ഡു ദ ഒളിമ്പിക്സ് ഫ്ലാഗ് കണ്ടെയ്ൻ? എത്രയാണ്? സിമ്പിൾ ചോദ്യമാണിത് അല്ലേ? 5 ആണ്. നമ്മൾ ഇതിന്റെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലൊക്കെ വളരെ വിശദമായിട്ട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ 5 വളയങ്ങളുണ്ട്. ആ 5 വളയങ്ങൾ അത് 5 കളറുകളായിട്ടാണ്. അതിൽ ഓരോ കളറും ഏതെല്ലാം ഭൂഖണ്ഡങ്ങളെയാണ്, കോണ്ടിനെന്റിനെയാണ് റെഫർ ചെയ്യുന്നതൊക്കെ നമ്മൾ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ക്ലാസ്സിന്റെ ഒക്കെ ലിങ്ക് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമ്മളൊരു ടെലഗ്രാം ചാനൽ, ജനറൽ ആയിട്ടൊരു ടെലഗ്രാം ചാനൽ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസും കുറച്ച് ക്ലാസ്സുകളൊക്കെ അവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെ കോഴ്സിനെ കുറിച്ച് അറിയാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ 13ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 5 ആണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ക്രിക്കറ്റ് സ്റ്റേഡിയം ഇൻ ദ വേൾഡ്? വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ക്രിക്കറ്റ് സ്റ്റേഡിയം ഇൻ ദ വേൾഡ്? ഓക്കെ, അടുത്തൊരു GK ചോദ്യമാണ്. പോസ് അടിച്ചിട്ട് നോക്കുക ഏതാണ്. 14ാമത്തെ ചോദ്യം കേട്ടോ. ഓപ്ഷൻ ഡി ആണ്, നമ്മുടെ നരേന്ദ്രമോദി സ്റ്റേഡിയം അല്ലേ? നരേന്ദ്രമോദി സ്റ്റേഡിയം. ഇത് പത്രത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ക്രിക്കറ്റ് സ്റ്റേഡിയം ഇൻ ദ വേൾഡ്? അതാണ് നമ്മുടെ നരേന്ദ്രമോദി സ്റ്റേഡിയം. ക്വസ്റ്റ്യൻ 14 ഓപ്ഷൻ ഡി. ഇനി 15ാമത്തെ ചോദ്യം, ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് യൂണിറ്റി ലൊക്കേറ്റഡ്? ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് യൂണിറ്റി ലൊക്കേറ്റഡ്? പോസ്റ്റ് അടിച്ചിട്ട് ഉത്തരം ഓപ്ഷൻ മാർക്ക് ചെയ്യുക. അപ്പൊ ഇതിന്റെ ഓപ്ഷൻ ബി ആണ്, ഗുജറാത്ത് ആണ് കേട്ടോ. 15B. 16ാമത്, ഹയസ്റ്റ് ലെവൽ ഓഫ് ഒബ്ജക്റ്റീവ് അണ്ടർ റിവൈസ്ഡ് ബ്ലൂം ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ്. അപ്പൊ നമ്മളിനി നമ്മുടെ മൊഡ്യൂൾ 3ലേക്ക്, പാർട്ട് എയിലെ മൊഡ്യൂൾ 3ലെ 5 ചോദ്യങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ഹയസ്റ്റ് ലെവൽ ഓഫ് ഒബ്ജക്റ്റീവ് അണ്ടർ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത സമയത്ത് ഒരു ക്ലാസ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെ നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് കണ്ട ആളുകൾക്ക് ഇതിന്റെ ഉത്തരം വളരെ ഈസി ആയിട്ട് തന്നെ കണ്ടെത്താൻ പറ്റും. അപ്പോൾ 16ാമത്തെ ആൻസർ പോസ് ചെയ്യുക. ആൻസർ പറയാൻ പോവാണ്. അപ്പോൾ ഇതിലൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. C ആണോ B ആണോ എന്നുള്ളത്, D ആണോ B ആണോ എന്നുള്ളത്, അപ്ലൈയിങ് ആണോ ക്രിയേറ്റിംഗ് ആണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ സംശയമൊന്നും വേണ്ട. ഹയസ്റ്റ് ലെവൽ ഓഫ് ഒബ്ജക്റ്റീവ് അണ്ടർ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ഏതാണ്? ക്രിയേറ്റിംഗ് ആണ് കേട്ടോ, ക്രിയേറ്റിംഗ് ആണ്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. ഇവിടെ അപ്ലൈയിങ്ങിൽ ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി 17ാമത്തെ ചോദ്യമാണ്, ലേണിംഗ് എയ്ഡ്സ് ആർ യൂസ്ഡ് മെയിൻലി ഫോർ? ഇതൊക്കെ നമുക്ക് കോമൺ സെൻസ് വെച്ച് ഉത്തരം ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ലേണിംഗ് എയ്ഡ്സ് ആർ യൂസ്ഡ് മെയിൻലി, എന്തിനു വേണ്ടിയിട്ടാണ് ലേണിംഗ് എയ്ഡ്സ് ഉപയോഗിക്കുന്നത്? അപ്പോൾ അത് വായിച്ചിട്ട് ഉത്തരം ചെയ്യാൻ പറ്റുമോ നോക്കുക. പോസ് ചെയ്തോളുക. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ 17ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, മേക്കിംഗ് അബ്സ്ട്രാക്ട് ഐഡിയാസ് കോൺക്രീറ്റ്. ബി ആണ്, മേക്കിംഗ് അബ്സ്ട്രാക്ട് ഐഡിയാസ് കോൺക്രീറ്റ്. ഇതിനു വേണ്ടിയാണ് ലേണിംഗ് എയ്ഡ്സ് ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, ഫോർ നോയിങ് ദ ലേണിംഗ് ഗ്യാപ്സ് ഓഫ് സ്റ്റുഡൻസ് ടീച്ചേഴ്സ് ഹൗ ടു കണ്ടക്ട്? അടുത്തൊരു ചോദ്യം. ഓക്കെ, ഇതും ഒരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുള്ള ചോദ്യമാണ്. കാരണം എല്ലാം ഓപ്ഷന് നമുക്ക് ആൻസർ ആയിട്ട് തോന്നും. ലേണിംഗ് ഗ്യാപ്പ് ഓഫ് സ്റ്റുഡൻറ്, ടീച്ചർ ഹൗ ടു കണ്ടക്ട്. ലേണിംഗ് ഗ്യാപ്പ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ടീച്ചർ ഏത് തരം ടെസ്റ്റാണ് നടത്തേണ്ടത് കുട്ടികളുടെ? അപ്പോൾ 18ാമത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആട്ടോ. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം 19ാമത്തെ ചോദ്യം. ഇതൊരു വലിയ ചോദ്യമാണ്. The 6 stage of project method in teaching of mathematics are given as follows. Which alternative shows the correct sequential order of above stage? അപ്പോൾ ഒരു 6 stages of project method ഇവിടെ കൊടുത്തിട്ടുണ്ട് മാത്തമാറ്റിക്സ് വിഷയം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു കുട്ടി
എവിടുന്ന് തുടങ്ങിയിട്ട് എങ്ങനെയാണ് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിലേക്ക് എത്തേണ്ടത് എന്നുള്ളതിന്റെ കറക്റ്റ് ഓർഡറാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് മാത്തമാറ്റിക്സ് എന്നുള്ളൊരു വിഷയം മാത്രമല്ല, ഇപ്പോൾ സോഷ്യൽ സയൻസിലെ ഒരു പ്രോബ്ലം ആണെങ്കിലും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ സോഷ്യൽ സയൻസിന്റെ HSS സോഷ്യൽ സയൻസിൽ ഇതേപോലെ മാത്തമാറ്റിക്സ് ക്ലാസ്സിൽ എങ്ങനെയാണ് ഒരു ടെക്നിക്സ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ആ ക്ലാസ്സോ കണ്ട ആളുകൾക്ക് ഇതിന്റെ ഉത്തരം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ 19ാമത്തതിന്റെ ആൻസർ ഏതാണ്? വായിച്ചു നോക്കുക. ആദ്യം എന്ത് ചെയ്യണം? The 6th stage of project method in teaching of mathematics are given as follows. അപ്പോൾ പോസ് അടിച്ചിട്ട് വായിച്ചു നോക്കുക. അപ്പോൾ ഞാനിതിന്റെ ആൻസർ പറയാൻ പോവാണ്. 19ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? പ്രൊവൈഡിങ് എ സിറ്റുവേഷൻ. ഫസ്റ്റ് ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കണം അല്ലെ? പ്രൊവൈഡിങ് എ സിറ്റുവേഷൻ. പിന്നെയാണോ? എന്നിട്ട് ആ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടുള്ള അടുത്തത് ഏത് കൊടുക്കണം? ചൂസ് ഇൻ ദ പ്രൊജക്റ്റ്. ആ പ്രൊജക്റ്റ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ ആ പ്രൊജക്റ്റിനെ കുറിച്ച് എന്ത് ചെയ്യണം? പ്ലാനിങ് ദ പ്രൊജക്റ്റ്. ആ പ്രൊജക്റ്റിനെ കുറിച്ച് ഒരു പ്ലാനിങ് തയ്യാറാക്കണം. പിന്നെ വരുന്നത് ഏതാണ്? എക്സിക്യൂട്ടിങ് ദ പ്രൊജക്റ്റ്. പ്ലാൻ ചെയ്ത പ്രൊജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യണം. പിന്നെ ഇവാലുവേറ്റിംഗ് ദ പ്രൊജക്റ്റ്. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ആണ് റെക്കോർഡിങ് ദ പ്രൊജക്റ്റ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു ഭാഗമാണ്. അപ്പോൾ ഏത് സ്റ്റേജാണ് ആദ്യം വരുന്നത്? അപ്പോൾ നിങ്ങൾ നോക്കിക്കോളാം. ഇങ്ങനത്തെ ഒരു സാഹചര്യം ഇപ്പോൾ മാത്തമാറ്റിക്സോ പറഞ്ഞത്, ഇപ്പോൾ ഒരു ഹിസ്റ്ററിയിലോ സോഷ്യൽ സയൻസിലോ ഫിസിക്സോ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആണ് ഈ ഒരു പ്രശ്നം, ഇങ്ങനെ ഒരു ഏത് രീതിയിലാണ് ഈ സ്റ്റേജ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 സ്റ്റേജ് ഓഫ് പ്രൊജക്ട് മെത്തേഡ്. അപ്പോൾ ഇതിൽ വരുന്നത് ഏതൊക്കെയാണ്? ഒന്നാമത്തത് പ്രൊവൈഡിങ് എ സിറ്റുവേഷൻ. പിന്നെ രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യണം? പ്രൊവൈഡിങ് സിറ്റുവേഷൻ കഴിഞ്ഞ് ചൂസ് ഇൻ ദ പ്രൊജക്റ്റ്. പിന്നെ എന്ത് ചെയ്യണം? പ്ലാനിങ് ദ പ്രൊജക്റ്റ്. ദെൻ എക്സിക്യൂട്ടിങ് ദ പ്രൊജക്റ്റ്. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഇവാലുവേറ്റിംഗ്. പ്രൊജക്റ്റ് ഇവാലുവേറ്റ് ചെയ്യണം, അല്ലാതെ അവസാനം ഇവാലുവേറ്റ് അല്ല. ഇവാലുവേഷൻ കഴിഞ്ഞിട്ടാണ് എന്നുള്ളത് റെക്കോർഡിംഗ് ദ പ്രൊജക്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ 19 ഓപ്ഷൻ സി ആണ് കേട്ടോ. യെസ്, 20ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ടു വിച്ച് വാല്യൂ ഡസ് ജസ്റ്റിസ് ബിലോങ്സ്? 20ാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? പോസ് ചെയ്തിട്ട് കണ്ടെത്താൻ പറ്റുമോ നോക്കുക. ടു വിച്ച് വാല്യൂ ഡസ് ജസ്റ്റിസ് ബിലോങ്സ്? സിമ്പിളായിട്ട് ഇതിൻ്റെ ആൻസർ കണ്ടെത്താൻ പറ്റും അല്ലേ? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. മോറൽ വാല്യൂ ആണ് ജസ്റ്റിസ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 20 ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞു. പാർട്ട് എയിലെ മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ മൊഡ്യൂൾ 1 റിനൈൻസസ് ഫ്രീഡം മൂവ്മെൻറ്റിൻ്റെ ക്ലാസ്സുകൾ കഴിയാനായിട്ടുണ്ട്. പാർട്ട് ബിയിലെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വളരെ വിശദമായിട്ടുള്ള നോട്ടുകളും ക്ലാസ്സുകളും മാത്രമല്ല അതിൻ്റെയൊക്കെ മോഡൽ ക്വസ്റ്റ്യൻസ്, അതാണ് വളരെ പ്രധാനപ്പെട്ടത് കേട്ടോ. ഈ മോഡൽ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ടോപ്പിക് റിലേറ്റ് ചെയ്തിട്ടുള്ള മാക്സിമം മോഡൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് HSA ക്രാക്ക് ചെയ്യാനുള്ളൊരു ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത്. എളുപ്പ വഴിയാണെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് വേറെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന സമയത്തൊക്കെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിനും അതിലൊരു ക്വസ്റ്റ്യൻ ഒരു 2 ദിവസം വെച്ചാൽ തന്നെ നമുക്ക് എത്ര ദിവസം വേണ്ടി വരും? 200 ദിവസം. അല്ലെങ്കിൽ 3 ദിവസമാണെങ്കിൽ 300 ദിവസത്തോളം വേണ്ടി വരും ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് അനലൈസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അതൊരു വലിയ ടാസ്ക് തന്നെയാണ്. പക്ഷെ ആ രീതിയിലാണ് നമ്മൾ പഠിച്ചു പോകേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പാർട്ട് ബിയിലേക്ക് പോവാണ്. പാർട്ട് ബിയിലെ ചോദ്യങ്ങൾ മലയാളത്തിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറേ ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ക്വസ്റ്റ്യൻ മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ. അപ്പോൾ ഒന്നുകൂടിയും പറയണം അവർക്ക് വേണ്ടിയിട്ട്. പാർട്ട് എയിലെ 20 ചോദ്യങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ HSAയുടെ വരെയുള്ളത് പ്രകാരം 20 മാർക്കിൻ്റെ ആദ്യത്തെ ചോദ്യങ്ങൾ ഇംഗ്ലീഷിലാണ്. പിന്നെ 21 മുതൽ 100 വരെയുള്ള നമ്മുടെ പാർട്ട് ബിയിലെ ചോദ്യങ്ങൾ 80ഓളം ചോദ്യങ്ങൾ ഏതിൻ്റെ മലയാളത്തിലാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ മാറുന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ 100 ചോദ്യം ഇംഗ്ലീഷിലാണെങ്കിലോ എന്താ ചെയ്യുക? എഴുതെല്ലാം നിവൃത്തിയില്ലല്ലോ അല്ലേ? ഓക്കെ, ഏതായാലും നോക്കുക. ഏതായാലും ഇതേപോലെ തന്നെ ആവട്ടെ. പിന്നെ അപ്പോൾ 21ാമത്തെ ചോദ്യം വായിച്ചു നോക്കിക്കോളൂ. ബാലാധ്വാന നിരോധനം സംബന്ധിച്ച്, അതായത് ബാലവേല നിരോധനം സംബന്ധിച്ച് സുപ്രധാന തീരുമാനം ഏത് സമ്മേളനവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അപ്പൊ ഇനി ഇവിടെ കൂടുതൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ഇത് ചെയ്തു പോവാം. അപ്പൊ 21ാമത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഓസ്ലോ സമ്മേളനം ഉണ്ടാവും. 22ാമത്തെ ചോദ്യം, ഹാഗിയ സോഫിയ ദേശസാൽക്കരിച്ച തുർക്കി നേതാവ് ആരാണ്? 22. പോസ് ചെയ്യുക, നിങ്ങൾ ഓപ്ഷൻ മാർക്ക് ചെയ്യുക. അപ്പൊ ഞാനിവിടെ ആൻസർ പറയാൻ പോവാണ്. ഓപ്ഷൻ ഡി, മുസ്തഫ കമാൽ പാഷ. മുസ്തഫ കമാൽ പാഷ. ഇനി 23ാമത്തെ ചോദ്യം. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ എന്ത് ചെയ്യാം, ഇവിടെ ഇപ്പോൾ ഇത് പോസ്റ്റ് അടിക്കുമ്പോൾ 23, 24, 25 ഒക്കെ ചെയ്തു പോകട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം,
മുന്നോട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലാസ് സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ്. അപ്പൊ നോക്കിക്കോളാം. കേസരി ബാലകൃഷ്ണപിള്ള ആദ്യമായി പത്രാധിപരാകുന്നത് ഏത് പ്രസിദ്ധീകരണത്തിലാണ്? 23ാമത്തെ ചോദ്യം. കേസരി ബാലകൃഷ്ണപിള്ള ആദ്യമായി പത്രാധിപരാകുന്നത് ഏത് പ്രസിദ്ധീകരണത്തിലാണ്? പോസ് ചെയ്യാം. അപ്പൊ 23ന്റെ ആൻസർ സമദർശി, സി സമദർശി. ഇനി 24ാമത്തെ ചോദ്യം. ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന്റെ സെക്രട്ടറി ആരാണ്? 24ാമത്തെ ചോദ്യമാണ് കേട്ടോ. പോസ് ചെയ്യാം. 24ന്റെ ഉത്തരം ഓപ്ഷൻ ബി, മുഖ്യ സ്റ്റാറ്റിസ്റ്റിഷ്യൻ ആണ്. അപ്പൊ ആരാണ് നമ്മുടെ സെക്രട്ടറി? ആരാണ് ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന്റെ സെക്രട്ടറി? ആരാണ്? ഒന്ന് കമന്റ് ചെയ്യാം. സെക്രട്ടറി സൗരവ് ഗാർബാണ്. സൗരവ് ഗാർബ് ഇട്ടോ. ഇനി അതൊക്കെ മാറിയിട്ടുണ്ടോന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം. ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? പ്രൊഫസർ രാജീവ് ലക്ഷ്മൺ കരണ്ടിക്കർ ആണ്. പ്രൊഫസർ രാജീവ് ലക്ഷ്മൺ കരണ്ടിക്കർ ആണ് ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന്റെ ചെയർമാൻ. അപ്പൊ അതിന്റെ കമ്മീഷന്റെ സെക്രട്ടറി ആരാണ്? സൗരവ് ഗാർബാണ് കേട്ടോ. ഈ ചോദ്യമൊക്കെ ഞാൻ പറഞ്ഞു, ഇതിപ്പോ ഏതാ നമ്മൾ കഴിഞ്ഞ ബൈ ട്രാൻസ്ഫറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നോക്കിക്കൂടാ. ഇതൊക്കെ നമ്മുടെ അതേ ആ ഒരു മേഖലയിൽ തന്നെയാണ് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. 25ാമത്തെ ചോദ്യമാണ്. സാമ്പത്തിക വികസനം സ്വാധീനിക്കുന്ന സാമ്പത്തികേതര ഘടകം ഏത് എന്നാണ് ചോദ്യം. 25. പോസ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാ? ഓപ്ഷൻ സി ആണ്, വിദ്യാഭ്യാസമാണ് ഇതിന്റെ ആൻസർ. 26ാമത്തെ ചോദ്യം. ബ്യൂറോക്രസി എന്ന വാക്ക് രൂപപ്പെടുത്തിയത് ആരാണ്? പോസ് ചെയ്യാം. 26ാമത്തതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, വിൻസെന്റ് ഡി ഗൂർണെ. 26A വിൻസെന്റ് ഡി ഗൂർണെ. ഇനി നമ്മുടെ 27ാം ചോദ്യം. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവ പ്രദേശത്ത് കാണപ്പെടുന്ന ഗർത്തം ഏതാണ്? പോസ് ചെയ്യാം. ഏതാണ്? അപ്പൊ 27ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ഐറ്റ്കൻ ബേസിൻ. ഐറ്റ്കൻ ബേസിൻ ആണ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്ത് കാണപ്പെടുന്ന ഗർത്തം. ഐറ്റ്കൻ ബേസിൻ ആണ്. ഓക്കെ. 28ാമത്തെ ചോദ്യം. തെക്ക് പടിഞ്ഞാറൻ റെയിൽവേയുടെ ആസ്ഥാനം ഏതാ? പോസ് ചെയ്യുക. നിങ്ങളുടെ ഓപ്ഷൻ മാർക്ക് ചെയ്യുക. ഹൂബ്ലി ആണ് കേട്ടോ. തെക്ക് പടിഞ്ഞാറൻ റെയിൽവേയുടെ ആസ്ഥാനം ഹൂബ്ലി. 28A. ഓക്കെ. ഇനിയിപ്പോ ഞാനിതിൽ ഏതെങ്കിലും തെറ്റായതൊക്കെ പറഞ്ഞു തോന്നുന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ നമ്പർ അടിച്ചിട്ട് എന്ത് ചെയ്യുക, അവിടെ കമന്റ് ചെയ്യണം കേട്ടോ. ഇതിൽ സംശയങ്ങൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമന്റ് ചെയ്യാം. പിന്നെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ അതിന്റെ കമന്റും അടക്കം ഒന്ന് ജസ്റ്റ് നോക്കേണ്ടതുണ്ട്. കാരണം അതിൽ ഏതെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ തെറ്റ് തിരുത്തിയിട്ടുള്ളത് കമന്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അത് നിങ്ങൾക്ക് അത് മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. ഓക്കെ. 28ാമത്തെ ഓപ്ഷൻ എ ആണ്, ഹൂബ്ലി ആണ് കേട്ടോ. 29ാമത്തെ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം. അപ്പൊ ഇതിലുള്ള ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ഷഫിൾ ചെയ്താൽ വന്നിട്ടുള്ളതോ. കഴിഞ്ഞ HSA പോലെ ആദ്യത്തെ 20 വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, പിന്നെ 41 മുതൽ 60 വരെ എക്കണോമിക്സ്, ഇന്ത്യൻ ഇക്കോണമി, കേരള ഇക്കോണമി, ആ രീതിയിലല്ല. ഇതിങ്ങനെ ഷഫിൾ ചെയ്തിട്ട് എല്ലാ മേഖലയിൽ നിന്നും നമ്മുടെ സിലബസിലെ എല്ലാ മൊഡ്യൂളിൽ നിന്നും ചോദ്യങ്ങൾ ഒരുപോലെ വന്നിട്ടുണ്ട്. ഓക്കെ. ക്വസ്റ്റ്യൻസ് അവിടെ ഇവിടെ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ ആ ഒരു ഓർഡർ നോക്കണ്ട. അപ്പൊ ഈ രീതിയിലും ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ വരിക. ഓക്കെ, അത് പോട്ടെ. 29ാമത്തെ ചോദ്യം ഏതാണ്? ആൻസർ ഏതാ? ഓപ്ഷൻ എ ആണ്, എക്കൽ മണ്ണാണ് കേട്ടോ. ഓക്കെ, എക്കൽ മണ്ണ്, ഓപ്ഷൻ എ. അപ്പൊ ഇനി അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 14 വരെ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാക്കിയപ്പോൾ സമാനമായ വ്യത്യാസം വരുത്തിയത് ഭരണഘടനയുടെ മറ്റ് ഏത് മേഖലയിലാണെന്നാണ് ചോദ്യം. പോസ് ചെയ്യുക. ആൻസർ കണ്ടെത്താൻ നോക്കുക. അപ്പൊ ഇതിന്റെ ആൻസർ 30ാമത്തേത് ബി ആണ്, മൗലിക കർത്തവ്യങ്ങൾ കേട്ടോ. മൗലിക കർത്തവ്യങ്ങൾ. 30B മൗലിക കർത്തവ്യങ്ങൾ. 31 ചില സംസ്ഥാനങ്ങളും സംസ്ഥാന പാർട്ടികളും സൂചിപ്പിച്ചിട്ടുണ്ട്. തെറ്റായ ജോഡി. ഇതേപോലത്തെ ചോദ്യം കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിട്ടോ. ചില സംസ്ഥാനങ്ങളും സംസ്ഥാന പാർട്ടികളും സൂചിപ്പിച്ചിട്ടുണ്ട്. തെറ്റായ ജോഡി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 31. പോസ് ചെയ്യാം. ഏതാണ്? 31ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഹരിയാന ശിരോമണി അകാലിദൾ. അപ്പൊ ഈ ശിരോമണി അകാലിദൾ ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? ശിരോമണി അകാലിദൾ ഏത് സംസ്ഥാനത്തെ ഒരു മുന്നണി പാർട്ടിയാണിത്? ഇത് പഞ്ചാബിലാണ് കേട്ടോ, പഞ്ചാബില്. അതുപോലെ ഹരിയാനയിലെ ഒരു പ്രധാനപ്പെട്ട INLD ഹരിയാനയിലാണ്. ഏതാണ്? ഇന്ത്യൻ നാഷണൽ ലോക്ദൾ. ഇന്ത്യൻ നാഷണൽ ലോക്ദൾ ഒക്കെ ഹരിയാനയിലെ ഒരു പ്രധാനപ്പെട്ട, ഹരിയാന സ്റ്റേറ്റിലെ ഒരു പ്രധാനപ്പെട്ട മുന്നണി പാർട്ടിയാണ്. അപ്പൊ ശിരോമണി അകാലിദൾ ഏതാണ്? പഞ്ചാബിലെ ഒരു മുന്നണി പാർട്ടിയാണ്, പഞ്ചാബ് സംസ്ഥാനത്തെ. ഓക്കെ, അപ്പൊ അത് ഓർത്ത് പഠിച്ചു വെക്കുക. അപ്പോൾ ഇതിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. ഇന്ത്യൻ ദേശീയ പാർട്ടികളൊക്കെ നമ്മുടെ സിലബസിൽ വരുന്നതാണ്. 32ാമത്തെ ചോദ്യം. ഒരു പ്രത്യേക ഭൂപ്രദേശത്തെ സമൂഹം, ഗവൺമെന്റ്, പ്രജകൾ എന്നിങ്ങനെ അവകാശപ്പെട്ടുകൊണ്ട്
ആ ഭൗതിക മേഖലയിലെ മറ്റെല്ലാ സ്ഥാപനങ്ങളിലും അധികാരം പുലർത്തുന്നു. രാഷ്ട്രത്തെ എങ്ങനെ നിർവചിച്ചത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചോദ്യം നിങ്ങൾ നോക്കുക. പൊളിറ്റിക്സ് എന്നുള്ള ചോദ്യമാണ്. ഒരു പ്രത്യേക ഭൂപ്രദേശത്തെ സമൂഹം, ഗവൺമെന്റ്, പ്രജകൾ എന്നിങ്ങനെ അവകാശപ്പെട്ടുകൊണ്ട് ആ ഭൗതിക മേഖലയിലെ മറ്റെല്ലാ സ്ഥാപനങ്ങളിലും അധികാരം പുലർത്തുന്നു. രാഷ്ട്രത്തെ എങ്ങനെ നിർവചിച്ചത് ആരാണ്? 32ാമത്തെ ചോദ്യം. ഇതിൽ നമ്മൾ പൊളിറ്റിക്സ് പഠിക്കുമ്പോൾ കൂടുതലായിട്ട് കേട്ടൊരു പേര് തന്നെയാണ്. ഓപ്ഷൻ ബി ആണ്, ഹരോൾഡ് ലാസ്കി. ഹരോൾഡ് ലാസ്കി ആണ് കേട്ടോ, ഹരോൾഡ് ലാസ്കി. 32 ബി. 33 ഹിസ് എക്സലൻസി ദ ഹാർവസ്റ്റ് എന്ന വാചകം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹിസ് എക്സലൻസി ദ ഹാർവസ്റ്റ് എന്ന വാചകം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 33 പോസ് ചെയ്യാം. 33ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫ്രാൻസ് ആണ് കേട്ടോ. ഹിസ് എക്സലൻസി ദ ഹാർവസ്റ്റ്, എക്സലൻസി ദ ഹാർവസ്റ്റ് നമ്മുടെ ഫ്രാൻസുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലെ. ഫ്രഞ്ച് വിപ്ലവം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, വളരെ എക്സലന്റ് ആയിട്ടുള്ള ഒരു വിപ്ലവമൊക്കെ ആണല്ലോ ഇതെന്ന് പറയുന്നത്. ഫ്രഞ്ച് വിപ്ലവം, വിപ്ലവങ്ങളുടെ മാതാവ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എക്സലൻസി ദ ഹാർവസ്റ്റ് എന്നൊക്കെ വെച്ച് എങ്ങനെയൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഹിസ് എക്സലൻസി ദ ഹാർവസ്റ്റ് ഫ്രാൻസ് ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് 34ാമത്തെ ചോദ്യം. ഇതൊരു ഈസി ആയിട്ടുള്ള ചോദ്യമായിരുന്നു. ഒരു സ്റ്റേറ്റ്മെന്റ് രീതിയിലാണെങ്കിലും സൂചനകളിൽ നിന്നും വ്യക്തിയെ കണ്ടെത്തുക. ഇത് 1892 ജനിച്ചു. ഓസ്ട്രേലിയ സിഡ്നിയിലാണ് ജനനം. എഡിൻബർഗ് സർവകലാശാലയിലെ ആർക്കിയോളജി പ്രൊഫസറായിരുന്ന മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു. ഇവിടെ എത്തിയപ്പോൾ ആളാരെന്ന് മനസ്സിലായി അല്ലേ. സോഷ്യൽ സയൻസ് 8ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു, മാൻ മേക്ക് ഹിംസെൽഫ് എന്ന പുസ്തകം എഴുതി. ആ മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടുതൽ ആളെ പറയേണ്ട ആവശ്യമില്ല. 34 ഓപ്ഷൻ സി ആണ്, ഗോർഡൻ ചൈൽഡ്. ഗോർഡൻ ചൈൽഡ് ആണ്. അപ്പൊ ഇതൊക്കെ പഠിച്ചു വെക്കുക. അപ്പൊ ഈ രീതിയിലൊക്കെ നിങ്ങൾ നോക്കുക. ഓരോരുത്തരെ അവരുമായി ബന്ധപ്പെട്ട പോയിന്റുകളൊക്കെ വെച്ചിട്ടൊക്കെയാണ് എന്തുള്ളത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി 35ാമത്തെ ചോദ്യം. സെന്റ് ലോറൻസ് നദീതടത്തിൽ പര്യവേഷണം നടത്തിയ ഇദ്ദേഹം മോൺട്രിയൽ വരെ ചെന്നെത്തി. കാനഡയിൽ ഫ്രഞ്ച് അധിനിവേശത്തിന്റെ അടിത്തറ പാകി. ആരാണ് ഇദ്ദേഹം? 35 പോസ് ചെയ്യാം. 35ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ആരാണ്? ഷാക്ക് കാർട്ടിയർ. ഷാക്ക് കാർട്ടിയർ. 36 പ്രാകൃത ഭാഷയിൽ ഗൗഡവാഹോ എന്ന പദ്യരൂപത്തിലുള്ള കൃതി രചിച്ചതാര്? 36 കേട്ടോ. പോസ് ചെയ്യാം, ഉത്തരം മാർക്ക് ചെയ്യാം. 36ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, വാക്പതി. വാക്പതിയാണ് 36. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് ഉള്ള ആളുകൾ അത് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ഏതെങ്കിലും ഓപ്ഷൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ, എനിക്ക് സംശയം തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ കമന്റ് ആയിട്ട് കൊടുക്കുക. തെറ്റ് തിരുത്തിയതൊക്കെ അവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അതുകൊണ്ട് കമന്റ് ഇടക്ക് നോക്കണം. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ നാമധേയം. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ നാമധേയം. ഇതും സിമ്പിൾ ചോദ്യമാണ് കേട്ടോ. അതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 37 കാരാട്ട് ഗോവിന്ദമേനോനാണ് ബ്രഹ്മാനന്ദ ശിവയുടെ യഥാർത്ഥ നാമം. അടുത്തൊരു ചോദ്യം, ദ്വിതീയ മേഖല ഉൾപ്പെടാത്ത ഘടകം ഏത്? ഇതൊക്കെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. ഇതിന്റെ ഓപ്ഷനൊക്കെ ചിലപ്പോൾ നല്ല കൺഫ്യൂഷൻ വരും അല്ലെ. ഗണനം, വൈദ്യുതി, വ്യാപാരം, ഉത്പാദനം. ഇതിലിപ്പോ ദ്വിതീയ മേഖലയിൽ ഇതൊക്കെ വരുമോ എന്നുള്ളൊരു സംശയമുണ്ട് അല്ലെ. ഇനിയിപ്പോ വൈദ്യുതി തൃതീയ മേഖലയിലാണോ വരിക എന്നുള്ളൊരു സാധ്യത അവിടെ വരാനുണ്ട്. ഇനി വ്യാപാരം എവിടെ വരും? വ്യാപാരം ദ്വിതീയ മേഖല തന്നെയാണോ എന്നുള്ളതൊക്കെ, ഗണനം എവിടെയാണെന്നുള്ളതൊക്കെ ഒരു കൺഫ്യൂഷനാണ് എല്ലാം. അപ്പോ ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. ഗണനം ഏതിലാണ്? ദ്വിതീയ മേഖല തന്നെയാണെന്നല്ലേ. വൈദ്യുതിയോ? വൈദ്യുതിയും ദ്വിതീയ മേഖലയിലാണ്. ഉൽപാദനവും ഏതിന്റെ ഭാഗമാണ്? ദ്വിതീയ മേഖലയിലാണ്. അപ്പോൾ 38ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, വ്യാപാരം. വ്യാപാരം അവിടെ വരിക തൃതീയ മേഖലയിലാണ് വ്യാപാരം വരുന്നുണ്ടോ. അപ്പൊ ശരിക്കും നമുക്കിവിടെ പഠിക്കാനുള്ളതിൽ ഇപ്പൊ +2 പുസ്തകങ്ങൾ നമ്മൾ നോക്കുമ്പോൾ 1, 2, 3, 4, 5 അങ്ങനെ പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല, അങ്ങനെ 4ാമത്തെ ഒരു മേഖലയുണ്ട്, 5ാമത്തെ ഒരു മേഖലയുണ്ട്. അപ്പൊ അതിലൊക്കെ ഉൾപ്പെടുന്ന ഓരോന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ നമ്മൾ വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ 38ാമത്തെ ഓപ്ഷൻ സി. 39 അശോക് ലൈലാൻഡ് കമ്പനി ഉടമസ്ഥത ആരുടേതാണ്? നിങ്ങൾ നോക്കുക ഈ ചോദ്യമൊക്കെ. അശോക് ലൈലാൻഡ് കമ്പനി ഉടമസ്ഥത ആരുടേതാണ്? 39 ഏതാണ്? ഓപ്ഷൻ സി, ഹിന്ദുജ. ഇനി 40ാമത്തെ ചോദ്യം, സന്തോഷവുമായി ബന്ധപ്പെട്ട വകുപ്പ്, ഹാപ്പിനെസ് ഡിപ്പാർട്ട്മെന്റ് ആദ്യമായി തുടങ്ങിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏതാണ്? പോസ് ചെയ്യുക, ആൻസർ മാർക്ക് ചെയ്യുക. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി, മധ്യപ്രദേശ് ആണ് കേട്ടോ. സന്തോഷവുമായി ബന്ധപ്പെട്ട വകുപ്പ് ആദ്യമായി തുടങ്ങിയ ഇന്ത്യൻ സംസ്ഥാനം. ഇനി 41ാമത്തെ ചോദ്യം, ലോക സാമ്പത്തിക ഫോറത്തിന്റെ സ്ഥാപകൻ ആര് എന്നാണ് ചോദ്യം. 41 ലോക സാമ്പത്തിക ഫോറത്തിന്റെ സ്ഥാപകൻ ആരാണ്?
പോസ് ചെയ്യുക. ഇതിന്റെ ഓപ്ഷൻ 41ന്റെ ഓപ്ഷൻ ബി ആണ്. ക്ലോസ് ഷ്വാബ് ആണ് ലോക സാമ്പത്തിക ഫോറത്തിന്റെ സ്ഥാപകൻ. 42ാമത്തെ ചോദ്യം, ഇത് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. 2020 ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം സ്കൂൾ വിദ്യാഭ്യാസ ഘടന അടിസ്ഥാന എത്രാം ക്ലാസ് മുതൽ എങ്ങനെയാണത് ഘടന വന്നിട്ടുള്ളത്? ആദ്യം എത്ര വർഷം, പിന്നത്തെ രണ്ടാമത്തത്, മൂന്നാമത്തത്, നാലാമത്തത്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ആൻസർ? ഓപ്ഷൻ 42ന്റെ ഓപ്ഷൻ ബി ആണ്. 5+3+3+4 എന്ന ഘടനയിലാണ് 2020 ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം സ്കൂൾ ഘടന. ഓക്കെ, 5+3+, അപ്പോൾ സെൻട്രലിൽ 3 3 5 4. ഓക്കെ, അതൊന്ന് നോക്കി മനസ്സിലാക്കി വെക്കുക. 43ാമത്തെ ചോദ്യം, തത്വജ്ഞാനിയായ രാജാവ് എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? ഇതിന്റെ ആൻസർ ഈസി ആണല്ലോ അല്ലെ? 43ന്റെ പോസ് ചെയ്യുക. ഓപ്ഷൻ ബി ആണ്, പ്ലേറ്റോ. തത്വജ്ഞാനിയായ രാജാവ്. അടുത്തൊരു ഈ സിമ്പിൾ ചോദ്യമാണ്. നമ്മുടെ ജോഗ്രഫിയിൽ നിന്ന് ഭൂമിയോട് ചേർന്ന് കാണുന്ന അന്തരീക്ഷപാളി ഏതാണ്? ഓക്കെ, പോസ് ചെയ്ത് ആൻസർ കൊടുക്കുക. അപ്പോൾ 44ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 44A, ട്രോപ്പോസ്ഫിയർ. ഭൂമിയോട് ചേർന്ന് കാണുന്ന അന്തരീക്ഷപാളി. ഭൂമിയിൽ നിന്ന് ഏകദേശം ഒരു 13 കിലോമീറ്റർ ഉയരത്തിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ 8ാം ക്ലാസ്സിൽ വളരെ കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. 45, NADA എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 45 പോസ് ചെയ്യുക. 45ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. കായിക മേഖലയിലെ ഉത്തേജക ഉപയോഗ നിയന്ത്രണം. ഓക്കെ, നോക്ക്, എന്താണ് കായിക മേഖലയിലെ ഉത്തേജക ഉപയോഗ നിയന്ത്രണമാണ് ഇത്? NADA. ഓക്കെ, 46 ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് 18 വയസ്സ് പൂർത്തിയായ ഏതൊരു പൗരനും മറ്റ് അയോഗ്യതകളൊന്നുമില്ലെങ്കിൽ വോട്ടറായി രജിസ്റ്റർ ചെയ്ത് കിട്ടാൻ അവകാശമുണ്ടെന്ന് പറയുന്നത്? പോസ് ചെയ്യുക, ആൻസർ മാർക്ക് ചെയ്യുക. ഓക്കെ, 46ാമത്തത് ഓപ്ഷൻ ബി ആണ്. അനുച്ഛേദം 326 ആണ് കേട്ടോ. അനുച്ഛേദം 326 ആണ്. 47 ബെനഡിക്ട് ആൻഡേഴ്സൺ എഴുതിയ ഇമാജിൻ കമ്മ്യൂണിറ്റീസ് എന്ന പുസ്തകം ഏത് ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബെനഡിക്ട് ആൻഡേഴ്സൺ എഴുതിയ ഇമാജിൻ കമ്മ്യൂണിറ്റീസ് എന്ന പുസ്തകം ഏത് ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പോസ് ചെയ്യാം. പോസ് ചെയ്ത് ആൻസർ മാർക്ക് ചെയ്യുക. 47 അപ്പോൾ ഓപ്ഷൻ ബി ആണ്. ദേശീയതയുടെ ഉത്ഭവവും വളർച്ചയും ആട്ടോ ഇമാജിൻ ആൻഡ് കമ്മ്യൂണിറ്റി എന്ന പുസ്തകം. ഏതാശയവുമായി ബന്ധപ്പെട്ടാണ്? ദേശീയതയുടെ ഉത്ഭവവും വളർച്ചയും. ആരാണ് എഴുതിയത്? ബെനഡിക്ട് ആൻഡേഴ്സന്റെ പുസ്തകമാണ് ഇമാജിൻ കമ്മ്യൂണിറ്റീസ്. ഓക്കെ, വലിയ ചോദ്യമാണ്. അപ്പോൾ ചോദ്യങ്ങളൊക്കെ സ്റ്റേറ്റ്മെന്റ് അല്ല എന്നുണ്ടെങ്കിലും പക്ഷെ ഒക്കെ നിങ്ങൾ നോക്കുക, വളരെ ആഴത്തിൽ ഇറങ്ങിയിട്ടുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഇതൊന്നും വലിയ സ്റ്റേറ്റ്മെന്റ് ഒന്നും അല്ലല്ലോ, ഡയറക്റ്റ് ചോദ്യം ABCD എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടല്ലോ എന്നുള്ളത്. പക്ഷെ ചോദ്യങ്ങൾ വളരെ ആഴത്തിലാണെന്നുള്ളത് നോക്കുക. 48ാമത്തെ ചോദ്യം, പോയ ഭൂതകാലത്തിൽ നിന്നും ചരിത്രകാരന്മാർ പണിപ്പെട്ട് നിർമ്മിച്ചെടുക്കുന്നതാണ് ചരിത്രം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഇതിന്റെ ആൻസർ മാർക്ക് ചെയ്യുക. ഇതിന്റെ ആൻസർ ഓപ്ഷൻ 48ൻ്റെത് ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ, കീത്ത് ജെൻകിൻസ്. ഇപ്പൊ നമുക്ക് ചരിത്രകാരന്മാർ അവരുടെ ആശയങ്ങൾ, അവരുടെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ, നിർവചനങ്ങൾ. അപ്പൊ അതിന്റെ ഒരു ക്ലാസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കോഡ് വെച്ചുകൊണ്ട്. അപ്പോൾ എല്ലാ ചരിത്രകാരന്മാരും അവർ പറഞ്ഞിട്ടുള്ള ആശയങ്ങൾ, അവർ പറഞ്ഞിട്ടുള്ള നിർവചനങ്ങൾക്ക് ഒരു കോഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇപ്പോൾ ഇതിന് നമുക്ക് എന്ത് കോഡ് കൊടുക്കാൻ പറ്റും? ഈ കീത്ത് ജെൻകിൻസ് പോയ ഭൂതകാലത്ത് നിന്നും ചരിത്രകാരന്മാർ പണിപ്പെട്ട് നിർമ്മിച്ചെടുക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഇവിടെ വേണ്ടത് ഈ പണിപ്പെട്ട് നിർമ്മിച്ചെടുക്കുന്ന ഒരു ജീൻസ് എന്നൊക്കെ കൂടെ. ജെൻകിൻസ് എന്നുണ്ടല്ലോ, ജീൻസിന്റെ കീസ് അല്ലെങ്കിൽ കീറിയ ജീനിന്റെ കീസ്. ഓക്കെ, അപ്പോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്ക്. ജെൻകിൻസ് എന്നുള്ളത് ജീൻസ് എന്നോ ജീൻസിന്റെ കീസ് എന്നൊക്കെ കണക്ട് ചെയ്തിട്ട് പണിപ്പെട്ട് നിർമ്മിച്ചെടുക്കുന്നതാണ് ഇത് ഈ ജീൻസിന്റെ കീസ് എന്നൊക്കെ എങ്ങനെയും ഓർത്ത് വെക്കുക. എങ്ങനെയെങ്കിലും ഇത് കണക്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇനിയിപ്പോ ഈ ഒരു ഓപ്ഷൻ വരുമ്പോൾ ഈ പണിപ്പെട്ട് നിർമ്മിച്ചെടുക്കുന്നതും നമ്മുടെ ജെൻകിൻസ് ഒക്കെ കാണുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങളത് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഇനിയിപ്പോ ഇതിന് പറ്റിയ എന്തെങ്കിലും കമന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് താഴെ എന്ത് ചെയ്യുക, ഇതിന് പറ്റിയ എന്തെങ്കിലും കോഡ് ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. ആർക്കെങ്കിലും കിട്ടും ഇതെങ്ങനെ ഈ പേരും ഈ ഒരു ഡെഫിനിഷനായിട്ട് കണക്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു ക്ലാസ് നമ്മൾ രസകരമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതിന്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് ക്ലാസ് കിട്ടും. ടെലഗ്രാം ചാനലിലൊക്കെ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പൊ 48ന്റെ ഓപ്ഷൻ എ ആണ്. 49
H.G. വെയിൽസിന്റെ എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? H.G. വെയിൽസിന്റെ എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് വേൾഡ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? 49ൻ്റെത് മാർക്ക് ഓപ്ഷൻ പോസ് ചെയ്യുക. 49 ബി സി അച്യുതമേനോനാണ് കേട്ടോ. സി അച്യുതമേനോൻ. 50ാമത്തെ ചോദ്യം, അലാവുദ്ദീൻ ഖിൽജി നിർമ്മിച്ച അലായ് കോട്ടയുടെ മറ്റൊരു പേര് ഏതാണെന്നാണ് ചോദ്യം. 50 പോസ് ചെയ്യുക. ആൻസർ 50ൻ്റെത് സി ആണ്, കൊഷാക് എ സിരി. കൊഷാക് എ സിരി. 51 സംഘകാല കൃതികളിൽ ഭാവ ഗീത സമാഹാരമാണ്. സംഘകാല കൃതികളിലെ ഭാവഗീത സമാഹാരമാണ് ഏതാണ്? പോസ് ചെയ്തോളുക. 51ൻ്റെ ആൻസർ സി ആണ്, 8 തൊക്കെ. ഓക്കെ. 52ാമത്തത്, അപ്പോൾ നിങ്ങൾ ഈ കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ രണ്ടാമത്തെ ഒരു ചോദ്യമൊക്കെ വരുന്നത് കേട്ടോ. കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് ഏത് മന്ത്രാലയത്തിന്റെ കീഴിലാണെന്നാണ് ചോദ്യം. ഏതാണ്? ഇതിന്റെ കാര്യം ഉപ്പാണോ? അല്ല. ഓപ്ഷൻ 52ൻ്റെത് ഓപ്ഷൻ എ ആണ്, സ്റ്റാറ്റിസ്റ്റിക്സും പദ്ധതി നിർവഹണവുമാണ്. 53 ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതുമായി ബന്ധമില്ലാത്ത വ്യക്തി ആരാന്നാണ് ചോദ്യം. ആരാ? ഇവിടെ തന്നെ കിട്ടും ഈസി ആയിട്ട്. 53ൻ്റെ ഓപ്ഷൻ ഡി ആണ്, സബ്യാസാചി മുഖർജി. സബ്യാസാചി മുഖർജി, ഓപ്ഷൻ ഡി. ഇനി 54 തെറ്റായ ജോഡി കണ്ടെത്തുക. നിങ്ങൾ നോക്കുക, ഓരോ കമ്പനികൾ അത് ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടാണെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ BMW ജർമ്മനി, ഡെയിംലർ ഇറ്റലി, റെനോ ഫ്രാൻസ്, ഫോക്സ്വാഗൻ ജർമ്മനി. അപ്പോൾ ഇതിൽ തെറ്റായ ജോഡി ഏതാ? ഇതൊക്കെ വളരെ നമ്മൾ ചിന്തിക്കാത്ത രീതിയിലുള്ള ഓരോ ചോദ്യങ്ങളാണ്. പക്ഷെ ഇത് നമ്മൾ കേട്ടിട്ടുണ്ട് പല കമ്പനികളൊക്കെ. പക്ഷെ ഇത് ഏത് രാജ്യത്തിൻ്റെ ആണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആ കൺഫ്യൂഷനാണ്. അപ്പോൾ ഇതൊക്കെ നോക്കി വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നോക്കിക്കോളുക. BMW, അതേപോലെ ഡെയിംലർ, റെനോ, ഫോക്സ്വാഗൻ. ഇതിൻ്റെ ആൻസർ 54ൻ്റെത് ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ളത്, ഡെയിംലർ ഇറ്റലി. ഈ ഡെയിംലർ ശരിക്കും ഗ്രേറ്റ് ബ്രിട്ടൻ അതേപോലെ തന്നെ നമ്മുടെ ജർമ്മനി ആണെന്നൊക്കെയാണ് നമ്മൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഡെയിംലർ ശരിക്കും ഏത് രാജ്യത്തിൻ്റെ എന്നുള്ളത് എന്ത് ചെയ്യും, ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഡെയിംലറിനെ കുറിച്ച് പറയുമ്പോൾ ജർമ്മനിയിലെ ഫസ്റ്റ് ഡെയിംലർ കമ്പനിയാണ്, ജർമ്മനിയിലെ ശരിക്കും ഫസ്റ്റ് കമ്പനിയാണെന്ന് പറയുന്നത് ഈ ഡെയിംലർ എന്ന് പറയുന്നുണ്ട് 1890കളിലൊക്കെ. അതേപോലെ തന്നെ ഡെയിംലർ മോട്ടോർ കമ്പനി 1896 ഗ്രേറ്റ് ബ്രിട്ടനിലാണ് തുടങ്ങിയതെന്നും നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഡെയിംലർ ശരിക്കും ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടാന്നുള്ളത് എന്ത് ചെയ്യാം, ഒന്ന് സെർച്ച് ചെയ്തിട്ടൊന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ബാക്കിയെല്ലാം കറക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ തെറ്റായ ജോഡി ഓപ്ഷൻ ബി ആണ്, ഡെയിംലർ ഇറ്റലി കേട്ടോ. അപ്പോൾ ഡെയിംലർ ജർമ്മനി ആണോ ഗ്രേറ്റ് ബ്രിട്ടൻ ആണോ എന്നുള്ളൊരു സംശയമുണ്ട്. ഇനി 55ാമത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ, ഇന്ത്യ ഗവൺമെന്റ് നീതി ആയോഗ് ആരംഭിച്ചത് ഏത് സ്ഥാപനത്തിന് പകരമാണ്? വളരെ സിമ്പിൾ ചോദ്യമാണ്, ഇതിനൊന്നും പോസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ ഡി ആണ്, ആസൂത്രണ കമ്മീഷൻ. ഇനി 56ാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്ര സംഘടനയുടെ 4 സെക്രട്ടറി ജനറൽമാരുടെ പേര് തന്നിട്ടുണ്ട്. അവരെ ആദ്യം അധികാരത്ത് വന്നത് മുതൽ ക്രമപ്പെടുത്തി എഴുതുക. ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് ആൻസർ കണ്ടെത്തുക. ഓക്കെ. അപ്പോൾ 56ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആദ്യം ആരാണ്? ട്രിഗ്വേലി. പിന്നെ ആരാണ്? കാട്ട് വാൾഡെയിൻ, കോഫി അന്നൻ, ബാൻ കി മൂൺ. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന 4 സെക്രട്ടറി ജനറൽമാർ അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അവർ അധികാരത്തിൽ വന്നത് മുതൽ. ഓക്കെ, അപ്പോൾ അതൊക്കെ പഠിച്ചു വെക്കേണ്ടതാണ്. ഓക്കെ, ഇനി അടുത്തത് 57ാമത്തെ ചോദ്യം നോക്കിക്കോളുക. ജോഗ്രഫിയിലെ അടുത്ത ചോദ്യമാണ്. സോളാർ സിസ്റ്റത്തിൽ നിന്ന് വരുന്ന പ്ലൂട്ടോയുടെ ഗ്രഹപദവി നഷ്ടപ്പെടാനിടയാക്കിയ പ്രത്യേകത എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ 57ൻ്റെത് ഓപ്ഷൻ സി ആണ്. പ്ലൂട്ടോയും ഉപഗ്രഹമായ ഷാരോണും നെപ്റ്റ്യൂണിൻ്റെ ആകർഷണത്താൽ സ്വാധീനിക്കപ്പെടുന്നത് കൊണ്ടാണ് ഇതിൻ്റെ ഗ്രഹപദവി നഷ്ടപ്പെടാനിടയാക്കിയ ഒരു പ്രത്യേകത. 57 സി ആണ് കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം ഖനനം ചെയ്തെടുക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനം, ഇത് ഒരുപാട് ആളുകൾക്ക് അറിയാവുന്ന ഒരു ആൻസറാണ്. 58ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 58. ഏതാണ്? നമ്മുടെ കർണാടകം. 59 അന്താരാഷ്ട്ര കുടിയേറ്റത്തിന്റെ ഭാഗമായി വിദേശത്ത് ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ജനത ഏത് രാജ്യക്കാരാണ്? ഏത് കൊച്ചുകുട്ടിയോട് ചോദിച്ചാൽ ഇതിന്റെ ആൻസർ പറയും. 59ൻ്റെത് ആൻസർ ഏതാ? എ ആണ്, നമ്മുടെ ഇന്ത്യയാണ്. ഇന്ത്യയിൽ 20ാമത് കന്നുകാലി സെൻസസ് നടന്ന വർഷം. ഇപ്പോൾ ചോദ്യം, ഇന്ത്യയിൽ 20ാമത് കന്നുകാലി സെൻസസ് നടന്ന വർഷം, സെൻസസ് റിലേറ്റ് ചെയ്ത ചോദ്യമാണ്. 60 ഓപ്ഷൻ ഡി ആണ്, 2019 കേട്ടോ. ഓക്കെ. ഇന്ത്യയിലെ ആദ്യത്തെ ടെലഗ്രാഫ് ലൈൻ കൽക്കത്തയെ ഏത് സ്ഥലവുമായി ബന്ധിപ്പിച്ചു? 61 പോസ് ചെയ്യുക, ഉത്തരം മാർക്ക് ചെയ്യുക. 61ൻ്റെ ആൻസർ ബി, ഡയമണ്ട് ഹാർബർ ആണ്, ഡയമണ്ട് ഹാർബർ. ഇനി 62ാമത്തെ ചോദ്യമാണ്. ബൽവന്ത് റായ് മേത്തയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ചെയ്തു. അപ്പോൾ അതൊന്ന് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കുക.
62ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 62ന്റെ ആൻസർ ഓപ്ഷൻ സി. ബർദോളി സത്യാഗ്രഹത്തിൽ അദ്ദേഹം പങ്കെടുത്തില്ല എന്നാണ് തെറ്റായത് കൊടുത്തത്. അപ്പോൾ ബർദോളി സത്യാഗ്രഹത്തിൽ ആര് പങ്കെടുത്തിട്ടുണ്ട്? ബൽവന്തറായ് മെത്ത പങ്കെടുത്തിട്ടുണ്ട്. ഇനി 63 പുതിയ കാലഘട്ടത്തിന്റെ ആവശ്യാനുസരണം തങ്ങളുടെ മനോവ്യാപാരങ്ങൾ ചിട്ടപ്പെടുത്താൻ ഇതര യൂറോപ്യൻ ശക്തിയേക്കാൾ ബ്രിട്ടൻ സാധിച്ചു. വ്യവസായിക വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? പോസിയ ഉത്തരം മാർക്ക് ചെയ്യുക. 63 ആൻസർ ബി ആണ്. GDH കോൾ ആണ് ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ. ഇനി 64ാമത്തെ ചോദ്യം സ്വദേശി പ്രസ്ഥാനത്തെ ചർക്കയുടെ ആരാധനക്രമം ദ കൾട്ട് ഓഫ് ദ ചാക്ക എന്ന ഉപന്യാസത്തിലൂടെ വിമർശിച്ചത്. നിങ്ങൾ ഈ ചോദ്യം ഒന്ന് നോക്കുക, എത്ര ആഴത്തിലേക്ക് ഇറങ്ങിയിട്ടാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത് എന്നുള്ളതൊക്കെ. സ്വദേശി പ്രസ്ഥാനത്തെ ചർക്കയുടെ ആരാധനക്രമം എന്ന ഉപന്യാസത്തിലൂടെ വിമർശിച്ചത് ആരെന്നാണ് ചോദ്യം. ആരാണ് ഇതിന്റെ ഉത്തരമൊക്കെ? ഇതൊക്കെ പഠിച്ച് ഓർമ്മയുള്ള ആളുകൾ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് കമന്റ് ചെയ്യാട്ടോ. ഈ ചോദ്യം കേട്ടപ്പോൾ തന്നെ ഇതിനൊക്കെ ഉത്തരം ചെയ്യാൻ പറ്റിയ ആളുകളുണ്ടെങ്കിൽ. ഓക്കെ. 64ാമത്തതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ഓക്കെ. 65ാമത്തെ ചോദ്യം. 65 മതപൗരോഹിത്യത്തിന്റെ അഴിമതികൾക്കെതിരെ ശബ്ദമുയർത്തിയ ബൊഹീമിയയിലെ മതപരിഷ്കർത്താവ് ആരാണ്? പോസ് ചെയ്യാം. 65ന്റെ ആൻസർ ഓപ്ഷൻ ബി ജാൻ ഹസ്. ഈ 66 തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടക്കുമ്പോൾ തിരുവിതാംകൂർ മുഖ്യമന്ത്രി ആരായിരുന്നു? 66 ആരാണ്? പോസ് ചെയ്യുക. 66 TK നാരായണൻ പിള്ള ഉണ്ടോ? 67 മൊത്ത ദേശീയ സന്തോഷം ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് എന്ന ആശയം ആദ്യമായി രൂപീകരിച്ചത് ആരാണ്? പോസ് ചെയ്യുക. 67 ജിങ്മെ സ്വിംഗെ വാങ്ചുക്. മൊത്തം ദേശീയ സന്തോഷം അതായത് ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് എന്ന ആശയം ആദ്യമായി രൂപീകരിച്ചതാണ് ജിഗ്മെ സ്വിംഗെ വാങ്ചുക്. ഓക്കെ. 68ാമത്തെ ചോദ്യം. 68 MP-മാരുടെ പ്രാദേശിക വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ തെറ്റേത് എന്നാണ് ചോദ്യം. ഓക്കെ. MP-മാരുടെ പ്രാദേശിക വികസന പദ്ധതി MPLADS വായിച്ചു നോക്കിയിട്ട് ആൻസർ മാർക്ക് ചെയ്യുക. പോസ് ചെയ്യുക. 68ാമത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. പദ്ധതി ഗ്രാമീണ വികസന മന്ത്രാലയത്തിന് കീഴിലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ ഈ പദ്ധതി ഏതിൻ്റെ കീഴിലായിട്ടാണ് വരുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. ഇനി സൗരയൂഥ പര്യവേഷണങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ള ചോദ്യം. ഓക്കെ. 69 പോസ് ചെയ്യാം. അപ്പോൾ 69ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 69A ശുക്രൻ കെപ്ലർ എന്ന് കൊടുത്തിട്ടുണ്ട്. ശുക്രൻ അവിടെ ശരിക്കും മാരിനർ 2 ആണ്. ശുക്രനെ കുറിച്ചുള്ള പര്യവേഷണങ്ങൾക്ക് വേണ്ടി വിക്ഷേപിച്ചത് ഏതായിരുന്നു? മാരിനർ 2 ആണ് കേട്ടോ. ഓക്കെ. ഇനി 70ാമത്തെ ചോദ്യം. ജോൺ സ്റ്റുവർട്ട് മില്ലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ്? പോസ് ചെയ്യുക. ആൻസർ കണ്ടെത്തുക. 70ന്റെ ആൻസർ ഓപ്ഷൻ എ രഹസ്യ ബാലറ്റിനെതിരായിരുന്നു. ഓപ്ഷൻ എ അതാണ് ആൻസർ. ഇനി സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രജ്ഞനായ താണു പത്മനാഭന്റെ പ്രധാന ഗവേഷണ മേഖല ഏതാണെന്നാണ് ചോദ്യം. 71C സ്ഥലകാലത്തിന്റെ സൂക്ഷ്മഘടന. 71C സ്ഥലകാലത്തിന്റെ സൂക്ഷ്മഘടനയാണ്. അടുത്തത് 72 സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം. പോസ് അടിച്ചിട്ട് ഉത്തരം മാർക്ക് ചെയ്യുക. 72ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഭക്ഷ്യസുരക്ഷാ അലവൻസ് കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. ഓക്കെ. 73ാമത്തത് ഏത് സമിതിയിലെ കൂടിയാലോചനകളിൽ നിന്നാണ് റോമിലെ ക്രൈസ്തവ സഭ മതപരിഷ്കരണ വിരുദ്ധ പ്രസ്ഥാനം ആരംഭിച്ചത്? ഏതാണ് ഇതിൻ്റെ ആൻസർ? ഇതിൻ്റെ ആൻസർ പോസ് ചെയ്തിട്ട് കണ്ടെത്താൻ നോക്കുക. യെസ് 73D ആണ് കേട്ടോ. കൗൺസിൽ ഓഫ് ട്രെൻഡ് ആണ്. ഓക്കെ. 73D കൗൺസിൽ ഓഫ് ട്രെൻഡ്. ഇനി 74ലേക്ക് വരുമ്പോൾ മേക്ക് ഇൻ ഇന്ത്യ 4 തൂണുകളെ അടിസ്ഥാനമാക്കിയുള്ള ഉദ്യമമാണ്. തെറ്റായി കൊടുക്കുന്ന തൂണ് ഏതാണെന്നാണ് ചോദ്യം. വായിച്ചു നോക്കുക. 74ന്റെ ആൻസർ ഓപ്ഷൻ സി പുതിയ വ്യവസായ സംഘാടകൻ എന്നാണ് ഇതിൻ്റെ ആൻസർ. തെറ്റായി കൊടുത്തുള്ള തൂണ് ഏതാണെങ്കിൽ പുതിയ വ്യവസായ സംഘാടകൻ. ഇനി 75ാമത്തെ ചോദ്യം. ബുദ്ധന്റെ മരണശേഷം ചൊല്ലുകളായി ശേഖരിക്കപ്പെട്ട ബുദ്ധ സംഹിത ഏതാണെന്നാണ് ചോദ്യം. ഇതൊരു സിമ്പിൾ ചോദ്യമാണ്. 75ൻ്റെത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ത്രിപീഡിക. 76 അടുത്തൊരു സിമ്പിൾ ചോദ്യം. ദേശീയ വരുമാനം കണ്ടുപിടിക്കുന്നതിനുള്ള രീതികൾ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. പോസ് ചെയ്യുക. മാർക്ക് ചെയ്യുക നിങ്ങളുടെ ആൻസർ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ 76ൻ്റെത് ഏതാണ്?
ഓപ്ഷൻ ബി ആണ്, സേവന രീതിയാണ് കേട്ടോ. അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു ചോദ്യം നോക്കുക, 77ാമത്തെ ചോദ്യം. ഓക്കെ, ഈ ചോദ്യങ്ങളൊക്കെ എവിടുന്നാ ബന്ധം നിങ്ങൾ നോക്കുക. ഹോത്തോൺ പരീക്ഷണങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോത്തോൺ പരീക്ഷണങ്ങൾ ഏതാണത്? ഈ ഹോത്തോൺ പരീക്ഷണങ്ങൾ മറ്റുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ ഈ ഹോത്തോൺ പരീക്ഷണങ്ങൾ ഈ താഴെ കൊടുത്തിട്ടുള്ള ഏതുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? പോസ് അടിച്ചിട്ട് ഇതിന്റെ ഉത്തരം കണ്ടെത്താൻ പറ്റുമോ നോക്കുക. 77ന്റെ ആൻസർ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി. വേതനം കൂടുന്നതിനനുസരിച്ച് ഉൽപാദന വർധനവ് ബന്ധം കണ്ടെത്താനാണ് ഹോത്തോൺ പരീക്ഷണങ്ങൾ. അപ്പോൾ വേതനം കൂടുമ്പോൾ തൊഴിലാളികൾക്ക് ജോലി എടുക്കാനുള്ള താല്പര്യം ഉണ്ടാവുകയും അങ്ങനെ അവർ കൂടുതലായിട്ട് ജോലി ചെയ്യുമ്പോൾ ഉൽപാദന വർധനവ് കൂടുന്നുണ്ടോ എന്നുള്ളതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഹോത്തോൺ പരീക്ഷണങ്ങൾ. ഇനി അഥവാ കൂടുതൽ ശമ്പളം കൊടുക്കുമ്പോൾ, വേതനം കൊടുക്കുമ്പോൾ അവർ മടിയന്മാരായി മാറുന്നുണ്ടോ, അങ്ങനെയുള്ളതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണമാണ് ഇത് ഹോത്തോൺ പരീക്ഷണങ്ങൾ. അപ്പൊ അതേതാണ്? വേതനം കൂടുന്നതനുസരിച്ച് ഉൽപാദന വർധന ബന്ധം കണ്ടെത്താനാണ്. അടുത്തൊരു ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യം തന്നെയാണ് അടുത്തത്, 78ാമത്തത്. ഇപ്പോൾ ഓരോ സമുദ്രങ്ങളിലുള്ള സമുദ്രജല പ്രവാഹങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുക, ദക്ഷിണാർദ്ധഗോളത്തിൽ ആഫ്രിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്ന സമുദ്രജല പ്രവാഹം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഈ ചോദ്യമൊക്കെ. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതിന്റെ ആൻസർ ഏതാണ്? ഈ ചോദ്യത്തിന്റെ ലെവലാണ് ഞാൻ ഒന്ന് ആലോചിക്കാൻ പറഞ്ഞല്ലോ. നിങ്ങൾ നോക്കുക, യെസ്, ഒന്ന് പോസ് ചെയ്യാം. ഇതിന്റെ ആൻസർ 78 ബി, ബെൻഗ്വേല സമുദ്രജല പ്രവാഹം. അപ്പൊ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവിടെ പഠിക്കാനുണ്ട് കേട്ടോ ഈ സമുദ്രജല പ്രവാഹങ്ങളെ കുറിച്ചൊക്കെ. 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതൊക്കെ മെൻഷൻ ചെയ്യുന്നോളൂ ഓരോ സമുദ്രജല പ്രവാഹങ്ങൾ എവിടേക്കാന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കറക്റ്റ് സ്പോട്ട് ചെയ്തിട്ട് ആ ടെക്സ്റ്റ് ബുക്കിലെ മാപ്പ് വെച്ചിട്ട് ആ മാപ്പിലൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഓരോ സമുദ്രത്തിൽ, കുറോഷ്യോ, ബെൻഗാല, ലാബ്രഡോർ, കാലിഫോർണിയ, ഇതൊക്കെ എവിടെയാന്നൊക്കെ കറക്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ മാപ്പിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി ആ ഓരോ പസഫിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ ഇവയാണ്, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രവാഹങ്ങൾ ഇവയാണെന്നൊക്കെ നമ്മൾ പഠിച്ചു വെച്ചാൽ മാത്രം പോരാ, ഇവയുടെ സ്ഥാനം അറിയണം, ഇവിടെ കിടക്കുന്നു. ഇപ്പൊ ഈ ബെൻഗ്വാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ലാബ്രഡോർ എവിടെയാണ്, കാലിഫോർണിയ എവിടെയാണ്, കുറോഷ്യ ഏത് ഭാഗത്ത്, അത് ദക്ഷിണാർദ്ധഗോളത്തിൽ ആഫ്രിക്കയുടെ അവിടെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന സമുദ്രജല പ്രവാഹം. അപ്പൊ വളരെ ഡീറ്റെയിൽ ചെയ്തിട്ടൊരു ചോദ്യമാണ്. എന്നാൽ ഈ ചോദ്യം വന്ന് വിടുന്നത് 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എന്നാണ്. ഓക്കെ, 79ാമത്തെ ചോദ്യം ഓപ്ഷൻ മാർക്ക് ചെയ്യുക, പോസ് ചെയ്തിട്ട്. ചുണ്ണാമ്പുകളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഘടകം ഏതാണ്? കാൽസ്യം കാർബണേറ്റ്. ഓക്കെ, അപ്പൊ ഈ ചുണ്ണാമ്പുകളിലൊക്കെ നമുക്ക് ജോഗ്രഫിയുടെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ? പിന്നെ ഇത് നമ്മുടെ ഫിസിക്കൽ സയൻസ് എന്നുള്ള ചോദ്യം പോലെയൊക്കെയാണ് വന്നിട്ടുള്ളത്. പക്ഷെ അത് സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. നമ്മുടെ സാധാ LDC GK ഭാഗം എന്നുള്ള ചോദ്യങ്ങളൊക്കെ പഴയ കാലത്തെ പരീക്ഷയിൽ കിട്ടും, ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെന്റിലല്ല. അപ്പോൾ 80ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഏതാണ് ഇതിന്റെ 2019 SDG സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ഇന്ത്യ ഇൻഡെക്സ് പ്രകാരം സംസ്ഥാനങ്ങളുടെ മെച്ചപ്പെട്ട പ്രകടനത്തിന് 1ാം റാങ്ക് കിട്ടിയത് ഏത് സംസ്ഥാനത്തിനാണ് എന്നാണ്. ഇതെല്ലാവർക്കും ഇതിന് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. ഏതാണ്? 80A ആണ്, നമ്മുടെ കേരളം. ഇനി 81, ഇന്ത്യയുടെ വിദേശ ബന്ധത്തിൽ ഏറ്റവും ഉയർന്ന പ്രാധാന്യം നൽകുന്ന നയം ഏതാണ് എന്നാണ് ചോദ്യം. ഏതാ? ഇതും കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. സ്കോളർഷിപ്പ് അല്ലാതെ എന്തായാലും മനസ്സിലായി. ഇനി ആഗോളീകരണമാണ്, അയൽക്കാർ ആദ്യം സഹകരണം. ഇന്ത്യയുടെ വിദേശ ബന്ധത്തിൽ ഏറ്റവും ഉയർന്ന പ്രാധാന്യം നൽകുന്ന നയം ഏതാണ്? 81 ബി, അയൽക്കാർ ആദ്യം. ഓക്കെ, നല്ലൊരു നയമാണ് അല്ലേ, അയൽക്കാർക്ക് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, നമ്മൾ അയൽക്കാരായിട്ട് ഒരുപാട് പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? ഓരോ രാജ്യങ്ങൾ, ഇന്ത്യ, ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ, ഈ അടുത്ത് ഇന്ത്യയുടെ അടുത്തുള്ള രാജ്യമായ മാൽദീവ്സ് ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട്. അത് പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. അപ്പോൾ ഇന്ത്യയുടെ വിദേശ നയത്തിൽ ഏറ്റവും ഉയർന്ന പ്രാധാന്യം നൽകുന്ന നയം ആർക്കാണ്? ആദ്യം അയൽക്കാർ ആദ്യം അല്ലെ? സംഗതി ശരി തന്നെയാണ്. നമ്മളിപ്പോൾ ഇന്ത്യയുടെ ഓരോ നയങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ അയൽ രാജ്യങ്ങളിൽ പ്രശ്നം അനുഭവിക്കുമ്പോൾ ആദ്യം അതിൽ ഇടപെടുകയും അതിൽ സഹായങ്ങൾ നൽകുന്ന രാജ്യമാരാണ്? നമ്മൾ ഇന്ത്യയാണ് എന്നുള്ളതാണ് അല്ലെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മാൽദീവ്സ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും അവിടെയും നമ്മുടെ നിലപാടുകൾ ഉണ്ടായിരുന്നു. മാൽദീവ്സിന് ആവശ്യമുള്ള സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒക്കെ നമ്മൾ പത്രങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം 82ാമത്തെ ചോദ്യം, സിന്ധു സംസ്കൃതിയിലെ നഗരങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ ജോഡി ഏതാണെന്നാണ് ചോദ്യം. ഏതാണ് ഇതിന്റെ ഉത്തരം? ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ സാധ്യതയുണ്ട്. 82ൻ്റെത് തെറ്റായ ജോഡി ഏതാ? 82 ഓപ്ഷൻ ഡി ആണ്, രൂപാർ, രാജസ്ഥാൻ. ശരിക്കും
രൂപാർ രാജസ്ഥാനിലാണോ? അല്ല, രൂപാർ എവിടെയാണ്? പഞ്ചാബിലാണ്. ഓക്കെ. 83ാമത്തെ ചോദ്യം, വാതക ഭീമന്മാർ എന്നറിയപ്പെടുന്ന ഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ പെടാത്തത് ഏത്? സിമ്പിൾ ചോദ്യമാണ് അതൊക്കെ. വാതക ഭീമന്മാർ ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ഭൂമി, ശുക്രൻ, ബുധൻ, ചൊവ്വ, ഈ 4 ഗ്രഹങ്ങളും വാതക ഭീമന്മാരിൽ വരുന്നതല്ല അല്ലേ? കാരണം ഇവര് സൂര്യനിൽ നിന്നും അടുത്ത് നിൽക്കുന്ന നമ്മുടെ ഗ്രഹങ്ങളാണ്. ഇപ്പൊ നമുക്ക് അതിനൊരു കോഡൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ പറയാം, ബുഷു ഭൂമിയിൽ നിന്നും എല്ലാ ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ എവിടെ പോകും? യുനെസ്കോയിൽ പോകും എന്നുള്ളത്. ബുഷു, ഭൂ ഏതാണ്? ബുധൻ, ശുക്രൻ, ഭൂമിയിൽ നിന്ന്, നമ്മുടെ ഭൂമി. അപ്പൊ ബുഷ് ഭൂമിയിൽ നിന്ന് എല്ലാ ചൊവ്വ, വ്യാഴം, ശനി ഇട ദിവസങ്ങളാണ്. ചൊവ്വ കഴിഞ്ഞിട്ട് പിന്നെ ബുധനല്ല, ചൊവ്വ പിന്നെ ഒരു ഇട ദിവസം, വ്യാഴം പിന്നെ വെള്ളിയല്ല, ശനി. അങ്ങനെ ബുഷ് ഭൂമിയിൽ നിന്ന് എല്ലാ ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ എവിടെ പോകും? യുനെസ്കോയിൽ പോകും. അപ്പൊ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഈ ചൊവ്വ കഴിഞ്ഞിട്ടുള്ളത് ഏതൊക്കെയാണ്? വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഇത് നമ്മുടെ സൂര്യനിൽ നിന്നുള്ള അകലാണ് കേട്ടോ. അപ്പൊ ഈ വ്യാഴം, ശനി, യുറാനസും നെപ്റ്റ്യൂണാണ് ഏത്? വാതക ഭീമന്മാർ എന്നറിയപ്പെടുന്നത്. എന്നാൽ നമ്മുടെ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, ഓക്കെ, ഇവ വാതക ഭീമന്മാരല്ല അല്ലെ? അപ്പൊ ഇതിലേതാണ്? നമ്മുടെ ചൊവ്വയാണ്. 83ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓക്കെ, കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. 84ാമത്തെ ചോദ്യം. ഓക്കെ, ജനസംഖ്യ കൂടിയ രാജ്യത്തിൽ നിന്ന് കുറഞ്ഞതിലേക്കുള്ള ശരിയായ ക്രമം സൂചിപ്പിക്കാം. ഇതിവിടെ ഏത് വർഷമാണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. ഇതിൽ നിങ്ങൾ നോക്കുക, ഇതിലിപ്പോ നമുക്ക് ഓപ്ഷൻ നോക്കിയിട്ട് കണ്ടെത്താൻ പറ്റുന്നതാണ്. അതിൽ നമുക്ക് 2 നമുക്ക് സംശയം വരാൻ സാധ്യതയുണ്ട്. 84 സി ആണോ ഡി ആണോ എന്നുള്ളത് അല്ലെ? ഇപ്പോ ഈ 2022, 2023 ആ ഒരു രീതിയിലാണ് തോന്നുന്നത്. ഇപ്പോ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ് അല്ലെ? അപ്പോ എന്നാൽ അതിന് 2011 സെൻസസ് പ്രകാരമാണെന്നുണ്ടെങ്കിൽ ചൈന ആയിരിക്കും. അപ്പൊ ഇതിന്റെ ആൻസർ ശരിക്കും ഏതായിട്ട് വരും? ഇപ്പൊ നമുക്കറിയാം ഇന്ത്യയാണെന്നുള്ളത്. എന്നാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ കീയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് പ്രകാരം ആദ്യത്തേത് ചൈന എന്നാണ് ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ഡേറ്റ അനുസരിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആൻസർ 84ന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, കാരണം ആദ്യം ഇന്ത്യയാണ്, പിന്നെയാണ് ആര് വരുന്നത്? ചൈന, പിന്നെ വരുന്നത് US, പിന്നെയാണ് റഷ്യ. ഓക്കെ, യെസ്. അടുത്തത് നോക്കാം. 85 സമത്വത്തിന്റെ പ്രധാനപ്പെട്ട 3 തലങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. ഓക്കെ, ഒന്ന് പോസ് ചെയ്തിട്ട് അതിന്റെ ആൻസർ കണ്ടെത്താൻ പറ്റുമോ നോക്കുക. ഓക്കെ, പോസ് ചെയ്യാം. യെസ്, 85ാമത്തിന്റെ ആൻസർ ഏതാണ്? ബി ആണ്, സാംസ്കാരിക സമത്വം. ഇനി 86ാമത്തെ ചോദ്യം, വൈദിക കൃതികളിൽ സൂചിപ്പിക്കപ്പെടുന്ന സദാനീര ഇപ്പോൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? സദാനീര ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ആ നദി ഏതാണെന്നാണ് ചോദ്യം. ഇന്ത്യൻ നദികളുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ 86ന്റെ ഏതാ? 86ന്റെ ഓപ്ഷൻ ബി, ഗണ്ഡക്കാണ്. ഓക്കെ. ഇനി 87, അധികാരം കൈമാറി വന്നതിന്റെ ശരിയായ ക്രമം എഴുതുക. അടുത്തൊരു ചോദ്യം, ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള ചോദ്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ അധികാരം കൈമാറി വന്നതിന്റെ ശരിയായ ക്രമം ഏതാണ്? പോസ് ചെയ്തിട്ട് അതിന്റെ ആൻസർ ഏതാ ഓപ്ഷൻ നോക്കുക, നിങ്ങളുടെ ഓപ്ഷൻ മാർക്ക് ചെയ്യുക. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ 87ാമത്തതിൻ്റെത് 87A ആണ്. 87A 1, 2, 3, 4 കറക്റ്റ് ഓർഡറിനെ കൊടുത്തത്. അലക്സാണ്ടർ, പെർഡിക്കാസ്, ആൻഡർപെയർ, പോളി, പെർച്ചാൺ. ഓക്കെ, പഠിച്ചോളുക. ഇനി 88, വ്യാപാരവുമായി ബന്ധപ്പെട്ട് SCRI സപ്ലൈ ചെയിൻ റെസിലിയൻസ് ഇനീഷ്യേറ്റീവ്സ് എന്ന ഉദ്യമത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, പോസ് ചെയ്യാം. 88 ഏതാണ്? ബി ആണ്, ചൈനയാണ് കേട്ടോ. ഇനി 89, ഭരണം ഒരു ധാർമ്മിക വൃത്തിയും ഭരണകർത്താവ് അതിന്റെ പ്രതിനിധിയുമാണ് എന്ന് സൂചിപ്പിച്ചത് ആരാണ് എന്നാണ് അടുത്ത ഒരു ചോദ്യം. ഒക്കെ ഡെഫിനിഷൻ വെച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ഭരണം ഒരു ധാർമ്മിക വൃത്തിയും ഭരണകർത്താവ് അതിന്റെ പ്രതിനിധിയുമാണ് എന്ന് പറഞ്ഞത് ആരാണ്? 89 ബി, ഡെഡ് ഓഡ് വേ. 89 ബി ആണ്, ഡെഡ് ഓഡ് വേ. 90, സ്കൂളിൽ കുട്ടികളിൽ ശാസ്ത്രാധിമുഖ്യം വളർത്താൻ നീതി ആയോഗിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച പദ്ധതി ഏതാണെന്നാണ് ചോദ്യം. 90 ഏതാണ്? പോസ് ചെയ്യുക, ആൻസർ കണ്ടെത്താൻ നോക്കുക. 90 ഓപ്ഷൻ സി ആണ്, അഡൽ ടിങ്കറിംഗ് ലാബ്. ഓപ്ഷൻ സി. 91ാമത്തെ ചോദ്യം, സാമ്പത്തിക ശാസ്ത്രജ്ഞനായ മഹബൂബുൽ ഹക്ക്
മാനുഷിക വികസനത്തിന്റെ 4 തൂണുകളായി വിശേഷിപ്പിച്ചതിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. പോസ് ചെയ്തിട്ട് അതിന്റെ ആൻസർ കണ്ടെത്തുക. ഏതാണ് 91ന്റെ ഊർജം, എനർജി? ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ. ഇനി 92 സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? 92 പോസ് ചെയ്തിട്ട് അതിന്റെ ആൻസർ മാർക്ക് ചെയ്യുക. അപ്പൊ 92ന്റെ ആൻസർ ഏതാണ്? ഡി ആണ്. അനുച്ഛേദം 20ലാണ് തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അതേതാന്ന് കമന്റ് ചെയ്യാം കേട്ടോ. സാർവദേശിക മനുഷ്യാവകാശ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഏത് അനുച്ഛേദത്തിലാണ് തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് പറയുന്നത് എന്നുള്ളത് പറയാം. ഓക്കെ, അപ്പൊ ഇതിൻ്റെത് ബന്ധമില്ലാത്ത പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. ഇനി 93 വർദ്ധമാന മഹാവീരൻ ഇഹലോകവാസം വെടിഞ്ഞ സ്ഥലം ഏതാണ്? എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണല്ലോ. 93 പോസ് ചെയ്യുക. 93 ഉത്തരം എ ആണ്. പാവാപുരിയിലാണ് വർദ്ധമാന മഹാവീരൻ ഇഹലോകവാസം വെടിഞ്ഞ സ്ഥലം. അടുത്ത ചോദ്യം കേട്ടോ. പസഫിക് റിംഗ് ഓഫ് ഫയർ എന്ന അഗ്നിപർവ്വത മേഖലയിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, റിംഗ് ഓഫ് ഫയർ ഏതാണ്? ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. ഹൈസ്കൂൾ ലെവലിലുള്ള ചോദ്യങ്ങളാണ്. പസഫിക് റിംഗ് ഓഫ് ഫയർ എന്ന അഗ്നിപർവ്വത മേഖല ഉൾപ്പെടാത്ത രാജ്യം ഏത്? ഇതൊക്കെ മാപ്പ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഓക്കെ, 94ാമത്തത് ഓപ്ഷൻ ഡി ആണ്, ഗയാന. ഓക്കെ, 95 നദി പോഷക നദി എന്ന കൂട്ടത്തിൽ ചേരാത്തത് ഏത് നദി എന്നാണ് ചോദ്യം. ഏതാണ്? പോസ് ചെയ്യാം. 95ന്റെ ആൻസർ ഓപ്ഷൻ എ, ബ്രഹ്മപുത്ര ഗോമതി. അപ്പൊ ഇതൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. ഇതിന്റെ ശരി ഉത്തരം ഏതാണെന്നുള്ളത്, ബ്രഹ്മപുത്രയുടെ പോഷക നദി ഏതാണെന്നുള്ളത് കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ ഗോമതി ഏതിന്റെ പോഷക നദിയാണെന്നുള്ളത്. ഓക്കെ, 96 SEQI എന്നതിന്റെ പൂർണ്ണരൂപം എന്ത്? SEQI പോസ് ചെയ്യുക, വായിച്ചു നോക്കുക, ആൻസർ മാർക്ക് ചെയ്യുക. 96 സി ആണ്, സ്കൂൾ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇൻഡെക്സ്. സ്കൂൾ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇൻഡെക്സ്. ഓക്കെ അല്ലേ? യെസ്. 97 മൊത്ത ആഭ്യന്തര ഉൽപാദനം GDP കണക്കാക്കുന്നതിൽ ബന്ധപ്പെടാത്ത ആശയം. GDP ട്ടോ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. അത് വെച്ചിട്ട് തന്നെ ഇതിന്റെ ഉത്തരം കണ്ടെത്താൻ പറ്റും. GDP ഉണ്ട്, GNP ഉണ്ട്, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ഉണ്ട്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഉണ്ട്. ഇവിടെ GDP ആണ്, ആഭ്യന്തരമാണ്, രാജ്യത്തിനകത്തുള്ളതാണ്. അപ്പോൾ 97ന്റെ ഉത്തരം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. സാമ്പത്തിക വർഷം എന്തായാലും വേണം. ആഭ്യന്തര അതിർത്തി വളരെ പ്രധാനം. കാരണം ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഒരു വർഷം എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം കണക്കാക്കുന്നതാണ് എന്ത്? നമ്മുടെ GDP, രാജ്യത്തിനകത്ത്. അതാണ് GDP, ഗ്രോസ് ഡൊമസ്റ്റിക്. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാ? ഓപ്ഷൻ ഡി ആണ് അല്ലെ? അങ്ങനെ മനസ്സിലാക്കി പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് കിട്ടും. അപ്പൊ ഇതിൽ ഇതേതാണ്? ബന്ധപ്പെടാത്ത ആശയം ഇന്ത്യക്ക് പുറത്തുള്ളവരുടെ സേവന മൂല്യം. ഇന്ത്യക്ക് പുറത്തുള്ളവരുടെ സേവന മൂല്യം എപ്പോഴാണ് വരിക? GNP കണക്കാക്കുമ്പോഴാണ്, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് കണക്കാക്കുമ്പോഴാണ്. ഓക്കെ, അവിടെ അകത്തുള്ളതും പുറത്തുള്ളതും ഒക്കെ വരും ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റിൽ. നമ്മളത് വിശദീകരിക്കും. ഇവിടെ 98ാമത്തെ, അപ്പോൾ 97ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ, ഇന്ത്യക്ക് പുറത്തുള്ളവരുടെ സേവന മൂല്യം. 98ാമത്തെ ചോദ്യം. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റിന്റെ പ്രത്യേകതകളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. 98 ഏതാണ്? പോസ് ചെയ്യുക, ആൻസർ മാർക്ക് ചെയ്യുക. 98 ഡി ആണ്. അപകട സാധ്യത കുറഞ്ഞ പലിശ നിരക്ക് ഉറപ്പാക്കാൻ കഴിയുന്നില്ല. ഗവൺമെന്റ് സെക്യൂരിറ്റി മാർക്കറ്റിന്റെ പ്രത്യേകതകൾ പെടാത്തത്. ഓക്കെ, 99ാമത്തെ ഒരു സിമ്പിൾ ചോദ്യമാണ്. ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് സമയം പ്രധാനമായും ഏത് മാനക രേഖാംശയെ അടിസ്ഥാനമാക്കിയാണ്? വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ് വന്നിട്ടുള്ളത്. ഏത് കൊച്ചുകുട്ടിക്ക് ഇത് ആൻസർ ചെയ്യാം. കൊച്ചുകുട്ടി എന്ന് പറയുന്നില്ല, 10ാം ക്ലാസ്സിൽ കേട്ടോ. 10ാം ക്ലാസ്സിൽ ഇതൊക്കെ പറയുന്നത്. നമ്മളതിനെ ഇപ്പോൾ അടുത്താണ് ഇതൊക്കെ വിഷയം പഠിപ്പിക്കാൻ നിൽക്കുമ്പോഴാണ് ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അത് പോട്ടെ. 99ന്റെ ആൻസർ ഏതാണ്? പോസ് ചെയ്യാം. 82.5 ഡിഗ്രി 30 ഈസ്റ്റ് ഭാഗത്ത് കൂടിയാണ് കേട്ടോ. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഈ അതേ 82 ഡിഗ്രി 30 W വെസ്റ്റ് എന്ന് കൊടുത്താൽ കഴിഞ്ഞ് അല്ലേ? ഇവിടെ ഏതാണ്? ഈസ്റ്റിലാണ് വരുന്നത്, കിഴക്ക് ഭാഗത്താണ്. അങ്ങനെ നമ്മളത് പഠിച്ചു വെക്കേണ്ടതുണ്ട്. തെറ്റായ പ്രസ്താവന ഇത് ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. നമ്മൾ അക്ഷാംശ രേഖാംശ രേഖകളൊക്കെ പഠിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് ഇതിന്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ടെലഗ്രാം, നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള യൂട്യൂബ് ക്ലാസ്സുകളായിട്ട് കൊടുക്കുന്നുണ്ട് കോഴ്സിൽ. അപ്പോൾ അതൊക്കെ ചിത്രങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നമ്മൾ പഠിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ PPT ചിത്രങ്ങളൊക്കെ വെച്ച് ആകർഷകമായ രീതിയിൽ നമ്മളിങ്ങനെ ഓരോ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ ഈസി ആയിട്ട് ഇതൊക്കെ പഠിക്കാൻ പറ്റും. ഓക്കെ, അല്ലാതെ ഈ ജോഗ്രഫിയൊക്കെ വെറുതെ വായിച്ച് പഠിച്ചുകൊണ്ട് കാര്യമില്ല. അത് ചിത്രങ്ങൾ നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റ് അത് മനസ്സിലാവും. അപ്പോൾ 100ാമത്തിന്റെ ആൻസർ ഏതാ? ഓപ്ഷൻ സി ആണ്. അക്ഷാംശ രേഖകൾ ധ്രുവങ്ങളെ ബന്ധിപ്പിക്കുന്നു. അക്ഷാംശ രേഖകൾ ധ്രുവങ്ങളെ ബന്ധിപ്പിക്കുന്നു. ഇല്ല, ലാറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നില്ല? അക്ഷാംശ രേഖകൾ ധ്രുവങ്ങളെ ബന്ധിപ്പിക്കുന്നില്ല. ധ്രുവങ്ങളെ ബന്ധിപ്പിക്കുന്ന ഏതാണ്? ലോഞ്ചിറ്റ്യൂഡാണ്, രേഖാംശ രേഖകളാണ് അല്ലേ? അങ്ങനെ
ഓരോ ഭൂമി മൊത്തം 360 ഡിഗ്രിയാണ്. ഓരോ ഡിഗ്രിയിലും ഓരോ രേഖകൾ വരച്ചാൽ നമുക്ക് ഏകദേശം 360 രേഖാംശ രേഖകൾ കിട്ടുന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ രേഖാംശ രേഖകളാണ് ധ്രുവങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. അക്ഷാംശങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ധ്രുവങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നില്ല. ഏറ്റവും വലിയ അക്ഷാംശ രേഖ നമ്മുടെ ഭൂമധ്യരേഖയാണ്. ഭൂകേന്ദ്രത്തിൽ നിന്നും കോണീയ അകലമാണ് അക്ഷാംശം. പിന്നെ അക്ഷാംശ രേഖകൾ വൃത്തങ്ങളാണ് അല്ലെ. ഒക്കെ നമ്മൾ അതിന്റെ ചിത്രങ്ങളടക്കം നമ്മളത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളാണ്. ഇതിന്റെ ആൻസർ കീ ഇവിടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെയൊക്കെ PDF ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ, നമ്മുടെ SS വേൾഡ് അക്കാദമി HSA സോഷ്യൽ സയൻസിന്റെ ക്ലാസ് വളരെ സജീവമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ കോഴ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഒക്കെ കിട്ടാൻ വേണ്ടി ഈ കാണുന്ന ടെലഗ്രാം അല്ലെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പേരും ജില്ലയൊന്നും മെസ്സേജ് അയച്ചാൽ മതി. കോഴ്സിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ ഇത് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരീക്ഷകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ പറഞ്ഞു, ഇത് നമ്മൾ വെറുതെ ഉണ്ടാക്കിയൊരു മോഡൽ ക്വസ്റ്റ്യൻ അല്ല. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസിന്റെ മലയാളം മീഡിയം ബൈ ട്രാൻസ്ഫർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇതുപോലെ തന്നെ ഉള്ള ചോദ്യങ്ങൾ ഈ ഒരു മേഖലകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും അതിൻ്റെയൊക്കെ സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.